170 ജീവനുകൾ, 170 മനുഷ്യർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതും പോലീസ് കസ്റ്റഡിയിൽ വെറും 2.5 മാസത്തിനുള്ളിൽ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 2026 ജനുവരി 1 മുതൽ മാർച്ച് 15 വരെ 170 കസ്റ്റഡി മരണങ്ങളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് 2 മുതൽ 3 വരെ മനുഷ്യർ ഓരോ ദിവസവും പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെടുന്നു. ഇവരാരും തന്നെ കോടതി കുറ്റക്കാരെന്ന് വിധിച്ചവരല്ല. അങ്ങനെയാണെങ്കിൽ കൂടി ഈ ഒരു മനുഷ്യത്വമില്ലായ്മയ്ക്ക് അർഹരുമല്ല. കോടതിയുടെ മുമ്പിൽ ഒന്ന് വിചാരണയ്ക്ക് എത്തപ്പെടാൻ പോലും സാധിക്കാത്തവരായിരിക്കാം ഇവരിൽ പലരും. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് കോടതിയാണ് ഒരാളെ വിസ്തരിച്ച് വിധി പറഞ്ഞ് ശിക്ഷ പ്രഖ്യാപിക്കുന്നത്. കസ്റ്റഡിയിലിരിക്കുന്ന ഒരാളും ഈ ഒരു ദുർവിധിക്ക് അർഹനല്ല. നമ്മുടെ രാജ്യത്ത് യാതൊരു മനുഷ്യത്വമോ ഉത്തരവാദിത്വമോ ഇല്ലാതെ പോലീസ് മർദ്ദനത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നെങ്കിൽ ഈ സിസ്റ്റം രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരെ ഭയപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത്. രാജ്യത്തെ മൊത്തം പോലീസ് സിസ്റ്റത്തിനെതിരെയല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. ലോകം ഇത്ര പുരോഗമിച്ചിട്ടും അപരിഷ്കൃത സമൂഹത്തെ പോലെ മനുഷ്യരെ പീഡിപ്പിക്കുകയും ഉത്തരവാദിത്വ ബോധമില്ലാതെ അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഏമാന്മാരെ കുറിച്ച് മാത്രമാണ്. ബീഹാർ 19, രാജസ്ഥാൻ 18, UP 15, പഞ്ചാബ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് 14 വീതം. ഇങ്ങ് തെക്കോട്ട് വന്നാൽ തമിഴ്നാട് 7, തെലങ്കാന 5, കർണാടക 3, എന്തിനേറെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ 3 കസ്റ്റഡി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ദലിത്സ്, ആദിവാസീസ്, മുസ്ലിം കമ്മ്യൂണിറ്റീസ്, പാർശ്വവൽക്കരിക്കപ്പെട്ട സൊസൈറ്റീസ്, LGBTQIA ഇൻഡിവിജ്വൽസ്, അതിഥി തൊഴിലാളികൾ ഇവരെയൊക്കെ അകാരണമായി കസ്റ്റഡിയിലെടുക്കുകയും വയലൻസിനും ടോർച്ചറിനും എന്തിനേറെ മരണത്തിനും വരെ ഇടയാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പല കാരണങ്ങളും ഇതിലേക്ക് വഴിവെക്കുന്നുണ്ട്. 1, ദാരിദ്ര്യമാകാം, കൈക്കൂലി കൊടുക്കാനോ ജാമ്യത്തിൽ ഇറങ്ങാനോ കയ്യിൽ കാശില്ലാത്ത അവസ്ഥ. 2, ചില ഏരിയാസിനെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസിനെ ടാർഗറ്റ് ചെയ്തുള്ള പോലീസ് അതിക്രമം. 3, കസ്റ്റഡിയിലെടുത്തവരോടുള്ള ബയാസ്ഡ് ആയിട്ടുള്ള പോലീസിന്റെ സമീപനം. റിപ്പോർട്ടുകൾ പ്രകാരം അനൌദ്യോഗികമായിട്ടുള്ള ഡിറ്റൻഷൻ സെന്ററുകൾ, അതായത് ഉപേക്ഷിക്കപ്പെട്ട ബിൽഡിങ്ങുകൾ, ഹോട്ടൽ മുറികൾ, ഗവൺമെന്റ് ഓഫീസുകൾ, ഇവിടെയൊക്കെ പാർപ്പിച്ച് ടോർച്ചറും വയലൻസും മറ്റു മൂന്നാം മുറകളുമൊക്കെ പ്രയോഗിച്ച് കൺഫെഷൻ നടത്തിയെടുക്കുന്ന ഒരവസ്ഥ. നീതി നടപ്പാക്കേണ്ടത് കോടതി മുറികളിലാണ്, അല്ലാതെ അടച്ചിട്ട ലോക്കപ്പ് മുറികളിലല്ല.